1,00,000 രൂപ നൽകിയാൽ 10 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന 3 അംഗ സംഘത്തെ പാറശാല പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയിരിക്കുന്നു. സിനിമ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന വ്യാജ നോട്ടുകളുമായി ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കടക്കാൻ ശ്രമിച്ച ബാലരാമപുരം ഭഗവതിനട സ്വദേശി സജി, അച്ചു എന്ന് വിളിക്കുന്ന അബി, പൂന്തുറ സ്വദേശി അഷ്ടമൻ പോറ്റി എന്നിവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. പവതിയാൻ വിളയിൽ വെച്ച് നടന്ന അതീവ രഹസ്യമായ പോലീസ് വാഹന പരിശോധനയിലാണ് കാറിൽ കടത്താൻ ശ്രമിച്ച വൻ വ്യാജ നോട്ട് ശേഖരം പിടിച്ചെടുത്തതും പ്രതികളെ വലയിലാക്കിയതും. ഈ മാഫിയ സംഘത്തിന്റെ പ്രവർത്തന രീതി പരിശോധിച്ചാൽ സാധാരണക്കാരെയും അത്യാഗ്രഹികളെയും അതിവേഗം വലയിലാക്കുന്ന വലിയൊരു തട്ടിപ്പ് ശൃംഖലയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാകും. പിടിയിലായ പ്രതികളിൽ സജിയും അച്ചുവും ചേർന്ന് അഷ്ടമൻ പോറ്റിയെ വിശ്വസിപ്പിച്ചാണ് 1,00,000 രൂപയ്ക്ക് പകരം 10 ലക്ഷത്തിന്റെ വ്യാജ 500 രൂപ നോട്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് ബംഗളൂരുവിൽ എത്തിച്ചത്. ഇത്തരത്തിൽ സംഘം കൈമാറിയ നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിനു പകരം ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും ഫോർ പ്രൊജക്ഷൻ പർപ്പസ് ഓൺലി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളിൽ ഒരാളായ അച്ചു മുൻപും പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ വെച്ച് 2.5 കോടിയുടെ കള്ളനോട്ടുകളുമായി പിടിയിലായ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നത് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും സാധാരണക്കാരായ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യമാണിത്. ഇത്തരം വ്യാജ നോട്ടുകൾ വിപണിയിലേക്ക് യഥാർത്ഥ നോട്ടുകൾക്കൊപ്പം കലർത്തി വിനിമയം ചെയ്യപ്പെടുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടമാണ് സാധാരണ പൗരന്മാർക്ക് ഉണ്ടാകുന്നത്. ഇത്തരം ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്യുന്ന മാഫിയകൾക്ക് പിന്നിൽ വലിയ ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പൊതുസമൂഹം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നിലവിൽ പിടിക്കപ്പെട്ട പ്രതികൾക്കെതിരെ വ്യാജ കറൻസി നിർമ്മാണത്തിനും വിതരണത്തിനുമുള്ള കടുത്ത നിയമ വകുപ്പുകൾ ചുമത്തി പാറശാല പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ഉയർന്ന തുകയുടെ നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ റിസർവ് ബാങ്കിന്റെ ഔദ്യോഗിക സുരക്ഷാ അടയാളങ്ങളായ വാട്ടർമാർക്ക്, സെക്യൂരിറ്റി ത്രെഡ് എന്നിവ കൃത്യമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കണം. 1,00,000-ന് 10 ലക്ഷം പോലുള്ള അതിശയോക്തിപരമായ സാമ്പത്തിക ഓഫറുകളുമായി ആരെങ്കിലും സമീപിച്ചാൽ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കേണ്ടതാണ്. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും കള്ളനോട്ട് മാഫിയകളെ തിരിച്ചറിയുവാനും ഈ അന്വേഷണ വിവരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് ഓരോ പൗരന്റെയും അതിജീവനത്തിന് അനിവാര്യമാണ്. ഈ ബ്രോഡ്കാസ്റ്റ് ഉടൻ തന്നെ മറ്റുള്ളവരിലേക്ക് പങ്കുവച്ച് സമൂഹത്തെ ജാഗരൂകരാക്കുക.